അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു ഗൈസ്. അതെ, നമുക്കിത് തമ്മിൽ കണ്ടതുപോലെ ഒരു ചക്ക കൂട്ടാൻ അല്ലെങ്കിൽ ചക്കക്കറി അതെങ്ങനെയാണ് വെക്കുന്നതൊക്കെ അതിനാവശ്യമായിട്ട് ചക്കയൊക്കെ കഴുകി വൃത്തിയാക്കി ഇച്ചിരി ഉപ്പും ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അതിനാവശ്യമായ മസാല നമുക്ക് റെഡിയാവാം. കുറച്ച് തേങ്ങയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്കിതിനെ ഒന്ന് ഒതുക്കി നമുക്കിതിനെ ഒന്ന് അടിച്ചെടുക്കാം. അതിനെ അരപ്പിനെ നമുക്ക് ചക്കയിലേക്ക് ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് അത് കിണ്ടി ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ഇളക്കുന്നതും മിക്സ് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോ വിട്ടുപോയി, ആഡായില്ല. അതുകൊണ്ടാണ് ഗായ്സ്, സോറി. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും ഷെയറും തന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. വീണ്ടും വീഡിയോ ഇടാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ നമുക്ക് സ്ട്രെങ്ത് അതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതെ, നമ്മുടെ ചക്കക്കൂട്ടാനൊക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇച്ചിരി ഗ്യാസ് കൂടുതലുള്ള സാധനമാണ്. അതുകൊണ്ട് ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും ഒക്കെ കൂടുതൽ ചേർത്ത് വേണം ഇത് വേവിച്ച് കഴിക്കാൻ. എല്ലാവർക്കും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, ചിലർക്ക് മാത്രമാണ് കേട്ടോ. നമ്മൾ ഏജൊക്കെ മുകളിലോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ കൂടും. ചെറുപ്പക്കാർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ചക്കയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനെ താളിക്കാനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് താളിക്കുവാണ്. താളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, താളിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇച്ചിരി കടുകും നമ്മുടെ വറ്റമുളകും കറിവേപ്പിലയും പൊട്ടിച്ച് നമുക്കിതിനൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പെങ്ങൾ കുറച്ച് ചക്ക തന്നു. അങ്ങനെയാണ് ഇത് ഞാൻ ചക്കക്കറി വെക്കാമെന്ന് വിചാരിച്ചത്. അന്നാണ് അമ്മ വന്നത്. അപ്പോൾ നമ്മൾ ഹാപ്പിയായിട്ട് വളരെ സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അമ്മ പോയപ്പോൾ വിഷമമാണ്, വന്നപ്പോൾ വളരെ സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനല്ലേ ഗൈസ്. അപ്പോൾ ദേ ചട്ടിയൊക്കെ അടുപ്പത്തിരുന്ന് മൂത്തു, എണ്ണയും കടുകും ഒക്കെ നല്ല അടിപൊളി പാകത്തിലായി. അതിൻ്റെ മുളകൊക്കെ ഇട്ടു. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് അതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ചക്ക കുറച്ച് നേരത്തേക്ക് അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ താളിച്ച് അതിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ്. പുറത്തൊക്കെ പോകുന്നവർ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം, സേഫായി വേണം പോകാനൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം കേട്ടോ. ഒരു കുഞ്ഞു കമൻറ്റെങ്കിലും ഒരു കുഞ്ഞു ഹാർട്ടെങ്കിലും തന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇത് അങ്ങനെ എല്ലാം മൂത്ത് വരുവാണ്. അപ്പോൾ നമുക്കിത് മൂത്തതിന് ശേഷം നമ്മുടെ ചക്കയിലേക്ക് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നല്ല സൂപ്പർ മീൻ കറിയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ടായിട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചത് നമ്മുടെ കുടംപുളി ഇട്ട നൊത്തോലി മീൻ കറിയായിരുന്നു കേട്ടോ ഗായ്സ്. ഒരു സൂപ്പറായിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. ഇങ്ങനെ എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നമുക്ക് ബായ്. എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് അടിച്ച് പൊളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ക്യൂട്ടായിട്ടിരിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ.